warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala ashrafil anbiya'i wal mursalin wa ala nabiyyina wa habibina Muhammadin wa ala alihi wa sahbihi ajma'in, amma ba'd. A'udhu billahi minash shaitanir rajim. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Ar-Rahmanir Rahim. Maliki Yawmiddin. Iyyaka na'budu wa iyyaka nasta'in. Ihdinas siratal mustaqim. Siratal ladzina an'amta 'alaihim ghairil maghdubi 'alaihim waladdallin. ആമീൻ. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഇരുത്തവും ഈ ഒരുമിച്ച് കൂടലും ഈ ക്ലാസ്സിനെ ശ്രദ്ധിക്കലും ഒരു നന്മയായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മള് കുറെ ഏതായാലും എടുത്ത ക്ലാസ്സുകളൊക്കെ ഒരു ഓർമ്മ കിട്ടാത്തത് പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. നമ്മൾ മറന്നുപോയ മാതിരി ഉണ്ട്. ഏതായാലും ഇൻഷാ അല്ലാ നമ്മൾക്ക് ഒന്ന് ഓതി തുടങ്ങാം. എല്ലാവരും ഒന്ന് വായിക്കി. ഞാനും ഇങ്ങോട്ട് ക്ലാസ്സിലേക്ക് ഒന്നിങ്ങനെ കയറി വരട്ടെ. അപ്പോഴേക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വന്നാസിആതി ഗർഖ വന്നാശിതാതി നശ്ത വസ്സാബിഹാതി സബ്ഹ ഫസ്സാബിഖാതി സബ്ഖ ഫൽമുദബ്ബിറാതി അംറ യൗമ തർജുഫുർ റാജിഫ തത്ബഉഹർ റാദിഫ ഖുലൂബുൻ യൗമഇദിൻ വാജിഫ അബ്സാറുഹാ ഖാശിഅ യഖൂലൂന അഇന്നാ ലമർദൂദൂന ഫിൽ ഹാഫിറ അഇദാ കുന്നാ ഇളാമൻ നഖിറ ഖാലൂ തിൽക ഇദൻ കറത്തുൻ ഖാസിറ ഫഇന്നമാ ഹിയ സജ്റത്തുൻ വാഹിദ ഫഇദാ ഹും ബിസ്സാഹിറ ഹൽ അതാക ഹദീസു മൂസാ إذ ناداه ربه بالوادي المقدس طوى اذهب إلى فرعون إنه طغى فقل هل لك إلى أن تزكى وأهديك إلى ربك فتخشى فأراه الآية الكبرى فكذب وعصى ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى فأخذه الله نكال الآخرة والأولى إن في ذلك لعبرة لمن يخشى أأنتم أشد خلقا أم السماء بناها رفع سمكها فسواها وأغطش ليلها وأخرج ضحاها والأرض بعد ذلك دحاها أخرج منها ماءها ومرعاها والجبال أرساها متاعا لكم ولأنعامكم. പ്രിയപ്പെട്ടവരെ,
അവിടം വരെയാണ് നമ്മൾ ഈ ക്ലാസ് എടുത്തിട്ടുള്ളത്. ഈ ക്ലാസ് നമ്മൾ എടുത്തതിൻ്റെ ഒരു ചെറിയ സംഗ്രഹം ഞാൻ ഓർമ്മയിൽപ്പെടുത്തുകയാണ്. ഇത് ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, വലിയ ഒരു വെക്കേഷനും നാട്ടിലെ വലിയ ടൂറും യാത്രകളും കുടുംബ സംഗമങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മളൊരു ക്ലാസ്സിലേക്ക് വന്ന് ചേരുമ്പോൾ സ്വാഭാവികമായും പഠിച്ചു പോയതൊക്കെ ഒരു മനസ്സിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടാവും. അപ്പൊ അതിനൊന്ന് നമ്മളൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയാണ്. നമ്മുടെ മരണത്തിന്റെ 2 രീതികള്, ആ റൂഹ് പിടിക്കുന്ന മലായിക്കത്തീങ്ങള്, അവരുടെ വരവ്, ഭൗതിക ലോകത്ത് അനന്തരമായി നമ്മൾക്ക് വായിച്ചെടുക്കാൻ കഴിയാത്ത മറ്റൊരു ലോകത്തുള്ള നിയന്ത്രണങ്ങള് എല്ലാം പറഞ്ഞു തന്നതിന് ശേഷം പരലോകത്തെ വിചാരണക്ക് വരുന്ന രംഗവും എല്ലാ മരണാനന്തര കാര്യങ്ങളും വിശദീകരിച്ചു. ശേഷം അതിനെ നിഷേധിച്ച ഭൗതിക ലോകത്തെ, ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഒരു ധിക്കാരിയുടെ പതനത്തെ സംബന്ധിച്ചുള്ള ഒരു സൂചന വിശുദ്ധ ഖുർആൻ തന്നു. അവരുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തന്നു. ഫറവോന്റെ ചരിത്രം പറഞ്ഞു. ആ ചരിത്രം എടുത്തതിന് ശേഷം നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വളരെ വിശദമായി, എന്നാൽ അതിന്റെ സംഗ്രഹവും എടുത്തു തന്നിട്ട് പറഞ്ഞു തന്നത് ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിമൻ യഖ്ശ എന്ന് പറഞ്ഞു. നമുക്കതിൽ പാടുണ്ട് എന്ന് നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നു. ശേഷാണ് അതും പോരെ എങ്കിൽ ഈ ഭൗതിക ലോകത്തുള്ള ഒരുപാട് അനുഭവങ്ങള്, യാഥാർത്ഥ്യങ്ങള്, പ്രാപഞ്ചിക പ്രതിഭാസങ്ങള്, അത് ഓരോന്നോരോന്നായി, ആകാശങ്ങള്, ഭൂമി, ആ ഭൂമിയെ സംവിധാനിച്ച രീതി, അവിടുത്തെ ഇരുട്ട് പകല്, അതിന്റെ പ്രഭകളെല്ലാം ഭൂമിയുടെ എങ്ങനെ സംവിധാനിച്ചു തന്നു എന്നത്, അവിടെ തന്നെ ജീവജാലങ്ങൾ നിലനിൽക്കാൻ വെള്ളം, മഴ സംവിധാനം പറഞ്ഞു തന്നു. ഭൂമിയുടെ അത് ആടി ഉലയാതിരിക്കാൻ പർവ്വതങ്ങളെ ഉറപ്പിച്ചു എന്ന് പറഞ്ഞു. അതൊക്കെ എന്തിന്? നമുക്ക് നമ്മളുടെ കൂടെ ജീവിക്കുന്ന അവശ്യം വരുന്ന ഘടകങ്ങളായ ജന്തു മൃഗാദികൾ എല്ലാതിനെ സംബന്ധിച്ച് അവർക്കുള്ള ഭക്ഷണമായി ഓർമ്മപ്പെടുത്തി തന്നു പടച്ച റബ്ബ്. ആ ജീവിതത്തെക്കുറിച്ച് അങ്ങനെയെല്ലാം പറഞ്ഞു തന്നിട്ട് ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഒരു പരിസമാപ്തിയിലേക്ക് പോവാണ്. എങ്ങനെ ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നതിന്റെ കൂടെ ആ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ഇന്നാലിന്ന അവസ്ഥകളിലാവണം. ആ അവസ്ഥകളിലാവുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ അശ്രദ്ധമായാണ് ജീവിക്കുന്നതെങ്കിൽ വരാനിരിക്കുന്ന അനുഭവങ്ങളെ കുറിച്ച് അവന് ഓർമ്മ വരും എന്ന ഒരു താക്കീത് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് നന്നായി വായിക്കാം, ഓതാം, എന്നിട്ട് ഈ ഭാഗത്തേക്ക് തിരിച്ചു വരാം. അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഇദാ ജാഅതി ത്വാമ്മത്തുൽ കുബ്റാ യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ വബുർരിസത്തിൽ ജഹീമു ലിമൻ യറാ ഫഅമ്മാ മൻ തഗാ വആസറൽ ഹയാത്തദ് ദുനിയാ ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ. ഇതിന്റെ അർത്ഥം ഞാൻ വേഗത്തിൽ പറഞ്ഞുതരാം, അത് കഴിഞ്ഞിട്ട് ബാക്കി കൂടി ഓതിത്തരാം കേട്ടോ ഇൻഷാ അല്ലാ. അപ്പൊ നിങ്ങള് എന്റെ കൂടെ ഒന്ന് നന്നായിട്ട് വായിക്കണേ. അല്ലെങ്കിൽ ഇത് ഓണാക്കി വെച്ച് നമ്മൾ വേറെ എവിടെയും പോകും ചെയ്യരുത്. അതിനാണ് ഓതണം എന്ന് പ്രത്യേകം പറയുന്നത് കേട്ടോ. فإذا جاءت الطامة الكبرى, അവിടെ 2 സ്ഥലത്താണ് നീട്ടാനുള്ളത്.
ഖുർആനിലെ 2 സ്ഥലങ്ങളിലാണ് നമ്മൾ 6-7 ഫത്തഹ് വരെ നീട്ടാനുള്ളത്, ഒരു ഹർക്കത്ത് വരെ നീട്ടാനുള്ളത്. അവിടെ നോക്കി ആലോചിച്ച് നോക്കിയേ. ഒന്ന് അലിഫിന് ശേഷം ഹംസ് വന്നാൽ അതാണ് ജാ. ഒന്ന് അലിഫിന് ശേഷം സദ് വന്നാൽ അതാണ് ത്വാ. ത്വാ എന്ന് പറഞ്ഞ് നീട്ടാൻ കണ്ടോ അവിടെ ഒരു അലിഫ്. ആ അലിഫിന് ശേഷം മീമിന് എന്ത് കൊടുത്ത്? സദ് കൊടുത്തു. ഈ 2 സന്ദർഭങ്ങളിലാണ് നമ്മൾ ഖുർആനില് നീട്ടി ഓതേണ്ടത്. ആ 2 സന്ദർഭവും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഓതുക? ഫഇദാ ജാഅത്തി ത്വാമ്മത്തുൽ കുബ്ര. ഒന്നുകൂടെ പറയും. ഫഇദാ ജാഅത്തി ത്വാമ്മത്തുൽ കുബ്ര. ഒന്നുകൂടെ. فإذا جاءت الطامة الكبرى يوم يتذكر الإنسان ما سعى يوم يتذكر الإنسان ما سعى. ഒന്നുകൂടെ. فإذا جاءت الطامة الكبرى يوم يتذكر الإنسان ما سعى وبرزت الجحيم لمن يرى وبرزت الجحيم لمن يرى فأما من طغى فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى فإن الجحيم هي المأوى. അപ്പോ فأما من طغى وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى. ഓരോ വാക്ക് ശ്രദ്ധിക്കണേ. വഅമ്മാമൻ ഖാ. അവിടെ മണിക്കരുത് കേട്ടോ. അതിനാണ് ആ മീമ് കഴിഞ്ഞിട്ട് നൂന് കണ്ടോ സുക്കൂനെ തെളിച്ചിട്ട് കൊടുത്തേക്കണത്. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. ഒന്നുകൂടെ നോക്കിയപ്പോ ഫഇദാ ജാഅത്തി ത്വാമ്മത്തുൽ കുബ്ര യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ വബുർരിസത്തിൽ ജഹീമു ഫബുർരിസത്തിൽ ജഹീമു ലിമൻ യറാ ഫഅമ്മാ മൻ തഗാ وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. ഓതാൻ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉസ്താദേ, ഒരു 30 വരെ അല്ലേ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്? ഏത് വരെ? 30 വരെ അല്ലേ? വല്ലർദ ബഅദ ദാലിക ദഹാഹ. അത്രേ ഉള്ളൂ എടുത്തിട്ട്? അത്രേ എടുത്തതായിട്ടാണ് എന്റെ അറിവ്. അതാണ് ബാക്കിയുള്ളവരാരെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ നന്നായിരിക്കും. അതെ. വൽ ജിബാല അർസാഹ എന്ന് എടുത്തിട്ടില്ല? ഇല്ല, അത് ഇല്ല. 30 വരെയാണ് വിവരിച്ചു തന്നിരിക്കുന്നത് ഉസ്താദ്. ആണോ? ഞാനും എന്റെ മനസ്സിലൊരു ഓർമ്മ നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ
ക്ലാസ്സിലേക്ക് കയറാൻ ആരും അങ്ങനെ ഒന്നും ഓർമ്മപ്പെടുത്തിയതുമില്ല. ആരും ഒന്നും പറയണില്ല, അതാ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഉസ്താദ് ഓത്ത് ഇതാക്കണ്ടെന്ന് ഓർത്തിട്ട് പറയാൻ വെച്ചിട്ട്. അതെ, ഓക്കെ, എന്നാ പ്രശ്നമില്ല. നമുക്ക് അതിന്റെ അർത്ഥം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ നമ്മൾ ഇതുവരെ ഓതിയത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണു. ഇൻഷാ അല്ലാഹ് അവിടേക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്പൊ നമ്മൾ മുമ്പ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്, അള്ളാഹു അവന്റെ തൗഹീദിനെ വിശദീകരിക്കാൻ, തൗഹീദ് 3 ഭാഗങ്ങളുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഒന്ന് തൗഹീദും ഫിൽ റുബൂബിയ്യ, തൗഹീദും ഫിൽ ഉലൂഹിയ്യ, അവന്റെ പിന്നെ പേരുകൾ, അസ്മാ വസിഫാത്തുകൾ. ഇതിൽ അവൻ റബ്ബാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി ആ റുബൂബിയ്യത്തിൽ വരുന്ന ഒരുപാട് തെളിവുകൾ പറഞ്ഞു തന്നു. ആകാശം ഭൂമിയൊക്കെ പറഞ്ഞല്ലോ. ഇനി അവിടെ നിന്ന് പറഞ്ഞിട്ട് പിന്നെ വൽ ജിബാല അർസാഹ, ജബലുൻ പർവ്വതം, ജിബാല് പർവ്വതങ്ങൾ, അർസ എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക എന്നാണ് ആ പദത്തിന്റെ അർത്ഥം കേട്ടോ. ആണിയിട്ടിങ്ങട് അതിശക്തമായി ഉറപ്പിക്കുന്നതിനാണ് ആ വാക്ക് ഉപയോഗിക്കുക. വൽ ജിബാല അർസാഹ, മലകളെയും അല്ലാഹു ആ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തി. വൽ അർള ബഅദ ദാലിക ദഹാഹ, ഭൂമിയെ നിങ്ങൾക്ക് അതിനുശേഷം വിധാനിച്ചു തന്നു. എന്നിട്ട് അതിൽ അവൻ മഴ വർഷിപ്പിച്ചു, വെള്ളം ഇറക്കി എന്നാണ് അതിന്റെ അർത്ഥം. വെള്ളം, അതോടൊപ്പം തന്നെ അതിലെ മേച്ചിൽ സ്ഥലങ്ങൾ ഉണ്ടാക്കി തന്നു. കൂടെ വൽ ജിബാല അർസാഹ, പർവ്വതങ്ങളെ ആണിയിട്ട് ഉറപ്പിച്ചു. എന്തിനാ തന്ന്? മതാഅൻ ലക്കും വലിയൻആമിക്കും, മതാഅ് ജീവിത വിഭവങ്ങള്, മതാഅൻ ലക്കും ജീവിത വിഭവങ്ങളായിട്ട്. ആർക്കൊക്കെയുള്ള? ലക്കും നിങ്ങൾക്കും, വലിയ അൻആമിക്കും നിങ്ങളുടെ പിന്നെ നാൽക്കാലികൾക്കും, കന്നുകാലികൾക്കും. ശരിക്കും ഈ അൻആം എന്ന് പറഞ്ഞാല് ഒട്ടകം, ആട്, മാടുകൾ, നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾക്കാണ് അറബിയിൽ എന്ത് പറയാന്നറിയോ? അൻആം എന്ന് പറയാ. അതുകൊണ്ടാണ് ആ വാക്ക് അവിടെ ഉപയോഗിച്ചത്. ഇരിക്കട്ടെ, ഇവിടെ ഒരു വാക്കുകൂടി മാത്രമാണ് ഞാൻ അതിന്റെ ബയാനായി പറയുന്നുള്ളൂ കേട്ടോ. നമുക്കറിയാം പർവ്വതങ്ങൾ ശരിക്ക് സത്യത്തില് മരുഭൂമിയിൽ വസിക്കുന്ന ഒരാളാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് ശരിക്ക് കാടിന്റെ മഹത്വമൊന്നും അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ശാസ്ത്രീയമായിട്ട് ഇപ്പം തെളിയിക്കപ്പെട്ട വലിയൊരു തത്വമാണല്ലോ, 1/3 നമുക്ക് ഏതായാലും വെള്ളമാണ്. ഇനി ഈ കരയിലെ തന്നെ 1/3 എന്തായിരിക്കണം? കാടുണ്ടായിരിക്കണം. കാടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് നമ്മളുടെ ശ്വസന പ്രക്രിയകള് വളരെ സുഖകരമായി നടക്കുള്ളൂ. ആ കാടാണ് സത്യത്തിൽ എന്തെന്ന് വെച്ചാൽ ഇവിടെ മലകൾ എന്ന് പറയണത്. ഇപ്പോ ഈ 33% കാട് വേണ്ടിടത്ത് ഭൂമിയിൽ മൊത്തം നിലനിൽക്കുന്ന കാടുകൾ 7% ഉള്ളൂ എന്നൊക്കെയാണ് ഇപ്പോഴത്തെ പിന്നെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ കേട്ടുകേൾവിയില്ലാത്ത പല അസുഖങ്ങളും ഇപ്പൊ മനുഷ്യന് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അവന്റെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ. കാരണം എന്താണ്? പിന്നെ ഓക്സിജൻ നമ്മൾക്ക് അധികമായി വേണം. അത് എവിടുന്ന് കിട്ടുള്ളൂ? അത് ഇവിടെ നിന്നാണ് കിട്ടുക. അതിനാണ് മരങ്ങൾ ഇവിടെ വേണം. ഇനി ആ നിലക്കങ്ങൾ ചിന്തിക്കണം കേട്ടോ. കാർബൺ കൂടിയാൽ ചൂട് കൂടും, ഓക്സിജൻ കൂടുന്നതിനനുസരിച്ച് അതിന്റെ ചൂടിന്റെ അളവ് കുറയും. നിങ്ങൾ നോക്ക്, ഒരു സൂര്യപ്രകാശം ഒരു ഇലയിൽ തട്ടിയാൽ തിരിച്ചു വരിക ഓക്സിജനാണ്. അല്ലാത്ത ഏതിൽ തട്ടിയാലും തിരിച്ചു വരുന്നത് എന്താണ്? ചൂടായിരിക്കും. കാർബൺ ആണല്ലോ തിരിച്ചു വരിക. അപ്പൊ കാർബൺ വന്നാൽ ഇവിടെ ചൂട് കൂടും, ഓക്സിജൻ വന്നാൽ അവിടെ ആ തണുപ്പ് കൂടും. എന്തുകൊണ്ട് ഇത്ര ചൂട് കൂടുന്നു? ഒന്ന്, അത് നിങ്ങൾ അങ്ങനെ ആലോചിച്ചോളൂ കേട്ടാ. രണ്ടാമത്തത്, മലകളാണ് ഈ ഭൂമിയുടെ ഡാമുകൾ. അത് നിങ്ങൾ പഠിക്കണം നന്നായിട്ട്. ഭൂമിയിലെ ഡാം എന്ന് പറഞ്ഞാൽ വെള്ളം ശേഖരിച്ച് നിർത്തുന്ന സ്ഥലങ്ങൾ ഏതാണ്? മലകളാണ്. കാരണം മരം, ഈ മരപ്പെയ്ത്ത് എന്ന് പറയുന്നത്, മഴ
പെയ്ത് കഴിഞ്ഞാൽ പിന്നെ മരം പെയ്യുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നിങ്ങള് കേട്ടിട്ടുണ്ടാകണം. മരം പെയ്യാന്ന് വെച്ചാല് മഴ തോർന്നു കഴിഞ്ഞാൽ പിന്നെയും എന്ത് ചെയ്യുന്നറിയോ? ഈ മരത്തിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീഴും. ആ വെള്ളം ഒലിച്ചു പോകില്ല. മരത്തിന്റെ ചുവട്ടിൽ വീഴുന്ന ഇലകൾ അത് അതിന്റെ ചുവട്ടിൽ തന്നെ കിടന്ന് ദ്രവിച്ച് ആ ആ ഇലകളുടെ ആരുകൾ കണ്ടില്ല നിങ്ങൾ? അതിന്റെ ഞരമ്പുകള് അത് ഈ മണ്ണിൽ അങ്ങനെ കിടക്കും, അട്ടിക്കട്ടിക്കായി കിടക്കും. അതുകൊണ്ടാണ് മണ്ണൊലിപ്പ് തടയാൻ എന്ത് വേണം എന്നാണ് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത്. ആ മണ്ണൊലിപ്പ് നല്ല മരങ്ങൾ ഉള്ളിടത്ത് നിങ്ങൾ നോക്കിയേ, അങ്ങനെ കുത്തി ഒലിച്ചു വരൂലല്ലോ. അല്ലാത്ത സ്ഥലങ്ങളിലാണല്ലോ കുത്തി ഒലിച്ചു പോവുക. ഈ വെള്ളത്തെ എന്ത് ചെയ്യുന്നു? മരങ്ങള് അതിന്റെ വേരുകള് അടിയില് അത് ശേഖരിച്ച് വെച്ച് പിന്നീട് കഴിയുമ്പോഴേക്ക് അതിനെ ഫിൽട്ടർ ചെയ്ത് ശുദ്ധീകരിച്ചാണ് നമ്മുടെ കുടിവെള്ള സിസ്റ്റം ഇവിടെ അള്ളാഹു നിലനിർത്തുന്നത്. ഇനി ഒരു പർവ്വതത്തെ അള്ളാഹു ഇവിടെ അർസ എന്ന് ഉപയോഗിച്ച്, ഈ അർസ എന്താ? ഒരു മല പുറമേക്ക് കാണുന്നതിന്റെ എത്രയോ 10 മടങ്ങ്, ഇപ്പൊ ഓർമ്മയില്ല അതിന്റെ അളവ്, ഞാൻ പഠിച്ചു വെച്ചിരുന്നു പണ്ട്. അത്രയ്ക്കധികം ഈ മണ്ണിന്റെ അടിയിലേക്ക് അതിന്റെ വേരുകൾ, ആ മലയുടെ വേര് മല തന്നെ താഴ്ന്നു പോകുന്നുണ്ട്. എന്തിനു വേണ്ടി? ഈ മണ്ണ് ആടി ഉലയാതിരിക്കാൻ, നമുക്ക് പ്രയാസങ്ങൾ ഇല്ലാണ്ടിരിക്കാൻ അള്ളാഹു അതും സംവിധാനിച്ചു വെച്ചു. അങ്ങനെ നമുക്ക് ഭക്ഷണം ഒരുക്കി തന്ന് എല്ലാം സംവിധാനിച്ച പടച്ചോൻ പിന്നീട് നമുക്ക് പിന്നെ വിഷയം ഒന്ന് അള്ളാഹു മാറ്റിയാണ്. ആ വിഷയം എവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ചാൽ പിന്നെ പോകുന്നത് പരലോക നാളിലേക്ക് പോവാണ്. ഫൈദ ജാഅത്തി ത്വാമ്മത്തുൽ കുബ്ര. മുകളിൽ എണ്ണിയ എല്ലാം സത്യമാണല്ലോ. അള്ളാഹ് നമ്മളോട് പറയാണ്, മുകളിൽ എണ്ണിയ എല്ലാം സത്യമാണ്. അത് സത്യമാണ് എന്ന് നിങ്ങൾ തികഞ്ഞ ബോധ്യമുണ്ടെങ്കിൽ ഉറപ്പിക്കുക, അടുത്ത ഭാഗവും സത്യമായിരിക്കും. ആണ്, അടുത്ത ഭാഗവും സത്യമായിരിക്കും. അതിന് നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? മോനെ, ഇത് കൈകാര്യം ചെയ്യുന്ന ആള് പേജ് ഒന്ന് മാറ്റി കൊടുക്ക്. ഫൈദ ജാഅത്തി ത്വാമ്മത്തുൽ കുബ്ര. അറബിയില് ത്വാമ്മത്തുൻ എന്ന് പറഞ്ഞാൽ ആ പദം തന്നെ, ആ പദത്തിന്റെ അർത്ഥം നിങ്ങൾ എഴുതി വെക്കണേ. അർത്ഥം സർവവ്യാപിയായ മഹാവിപത്ത് എന്നാണ്. ത്വാമ്മത്ത് എന്ന് പറഞ്ഞാല് സർവവ്യാപിയായ മഹാവിപത്ത്. വിപത്തിനെ കുറിക്കാൻ അറബിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ത്വാമ്മത്ത്. അതിന്റെ കൂടെ ഒരു വിശേഷണം കൂടി ചേർത്ത് കൊടുക്കുകയാണ്, അൽ കുബ്ര. അപ്പൊ ത്വാമത്ത് ഒറ്റക്ക് പറഞ്ഞാൽ തന്നെ മഹാവിപത്താണ്, എല്ലാതിനെയും ബാധിക്കുന്നത്. അതിന്റെ കൂടെ അൽ കുബ്ര, അക്ബർ എന്ന വാക്കിന്റെ വേറെ ഒരർത്ഥം വരുന്ന അതിന്റെ സ്ത്രീലിംഗ വാക്കാണ് കുബ്ര. കുബ്ര എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് എന്നാണ്. അപ്പോ ഏറ്റവും വലിയത്, അതാണല്ലോ കുബ്ര, അക്ബർ, കുബ്ര. അപ്പൊ അതിന്റെ അർത്ഥം എന്ത് വരും? ഈ നാളിന്റെ കഠോരതയെ വിഭാവനം നമ്മുടെ മനസ്സിലേക്ക് ഉണർത്തുന്നതിന് വേണ്ടിയാണ് ത്വാമത്തും കുബ്ര കൂടി ചേർത്ത് പറഞ്ഞത്. അപ്പൊ ത്വാമത്തുൽ കുബ്ര എന്ന് പറഞ്ഞാലോ സർവവ്യാപിയായ ആ ഘോര വിപത്ത്, ആ മഹാവിപത്ത്. ഇതാ ജാ വന്നു, ജാഅത്ത് അതിന്റെ സ്ത്രീലിംഗ വാക്കാണ്. ഇതാ ജാ വന്നാൽ, ഫഇദാ ജാ അപ്പോൾ ആ ഘോര മഹാവിപത്ത്, രണ്ടർത്ഥം വാക്ക് വന്നിട്ട്. അപ്പൊ ആ ഘോര മഹാവിപത്ത് ആസന്നമാകുമ്പോൾ എങ്ങനെ? ഫഇദാ ജാഅത്തി ത്വാമ്മത്തുൽ കുബ്ര. ആ ഘോര മഹാവിപത്ത് ആസന്നമാകുമ്പോൾ, യൗമ അന്നത്തെ ദിവസം, ആ ദിവസം, യതദക്കറു, തദക്കറ ഓർത്തു പോവുക, യതദക്കറു ഓർത്തു പോകും, ഓർമ്മിക്കുന്നു, അൽ ഇൻസാനു മനുഷ്യൻ, ഒന്നിനെ, സഅ അധ്വാനം, പ്രവർത്തനം, അല്ലെ?
അപ്പൊ അധ്വാനിച്ചു, ചെയ്തു വെച്ചു, പ്രവർത്തിച്ചു. അതായത് മനുഷ്യൻ താൻ പ്രവർത്തിച്ചു വെച്ചതിനെ ഓർമ്മിക്കുന്ന ദിവസം. തിരിച്ച് നമുക്ക് ഇങ്ങനെ അർത്ഥം പറയാം, അന്ന് മനുഷ്യൻ താൻ പ്രവർത്തിച്ചിട്ടുള്ളതെല്ലാം ഓർമ്മിക്കുന്നു. കിട്ടിയോ? യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ. അന്ന് മനുഷ്യൻ താൻ പ്രവർത്തിച്ചിട്ടുള്ളതെല്ലാം ഓർമ്മിക്കുന്നു. രണ്ടായത്ത് ഒന്നുകൂടി വായിക്കണേ. ഫൈദാ ജാഅത്തി ത്വാമ്മത്തുൽ കുബ്റ യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ. അർത്ഥം എങ്ങനെ പറയും? പിന്നെ ആ ഘോര മഹാവിപത്ത് ആസന്നമാകുമ്പോൾ അന്ന് മനുഷ്യൻ താൻ പ്രവർത്തിച്ചിട്ടുള്ളതെല്ലാം ഓർമ്മിക്കുന്നു. ഇവിടെ നമ്മൾ അർത്ഥം കൊടുത്ത എന്താണ്? എല്ലാറ്റിനെയും അടക്കി ജയിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് വന്നാൽ, അതായത് മനുഷ്യൻ താൻ പ്രവർത്തിച്ചു വെച്ചതിനെ കുറിച്ച് ഓർമ്മിക്കുന്ന ദിവസം. ബയാൻ പിന്നീട് പറഞ്ഞു തരാട്ടോ അതിന്റെ സംഗ്രഹം. കാരണം അതിപ്പം പറയാൻ നിന്നാൽ നമുക്ക് പിന്നെ സമയം കിട്ടൂല. അടുത്തതേതാ? വബുർരിസത്തിൽ ജഹീമു ലിമൻ യറാ. ബറസ, ബറസ് വെളിക്ക് കൊണ്ടുവരിക എന്നാണ്. എന്താണ്? തുറന്നു വെക്കപ്പെടുക എന്നാണ്. ബറസ തുറന്നു വെക്കുക, ബറസ തുറന്നു വെക്കുക. അപ്പൊ വബുർരിസ, വബുർരിസത്തിൽ ജഹീമു നരകം തുറന്നു വെക്കപ്പെടുന്നു. ആ വാ വന്നത് ഏതാ? യൗമയിലേക്ക് ചേർക്കാൻ കേട്ടോ. യൗമ എന്ന് പറയുന്ന അന്നത്തെ ആ ദിവസം നിന്നാണ്. വബുർരിസത്തിൽ ജഹീമു നരകം വെളിക്ക് കൊണ്ടുവരിക, തുറന്നു വെക്കപ്പെടുന്ന ആ സമയം. എന്തിനു വേണ്ടി? ലിമൻ ഒരുത്തനു വേണ്ടി, യറാ യറാ കാണുവാൻ, കാണുന്നവർക്ക്. അപ്പോ നോക്കുന്നവരൊക്കെയും കാണും വണ്ണം ആ നരകം തുറന്നു വെക്കപ്പെടുന്ന ആ ദിവസം. അർത്ഥം കിട്ടിയോ? നോക്കുന്നവരൊക്കെയും കാണും വണ്ണം നരകം തുറന്നു വെക്കപ്പെടുന്ന ആ ദിവസം. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ അർത്ഥം കൊടുത്ത്? കത്തിജ്വലിക്കുന്ന നരകം കാണാവുന്നവർക്ക് കാണുവാൻ വേണ്ടി വെളിക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്യുന്ന ആ സമയം. ഇപ്പൊ 3 ആയത്തിന്റെ അർത്ഥം കിട്ടിയില്ലേ? പിന്നെ ആ ഘോര മഹാവിപത്ത് ആസന്നമാകുമ്പോൾ അന്ന് മനുഷ്യൻ താൻ പ്രവർത്തിച്ചിട്ടുള്ളതെല്ലാം ഓർമ്മിക്കുന്നു. നോക്കുന്നവരൊക്കെയും കാണും വണ്ണം നരകം തുറന്നു വെക്കപ്പെടുന്നു. ഫഅമ്മാമൻ, അപ്പോൾ ഏതൊരുത്തൻ, തഗാ അതിരുവിട്ട് പ്രവർത്തിച്ചുവോ. തഗയുടെ അർത്ഥം നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സൂറത്തില് ഞാൻ എന്ന് പറഞ്ഞിടത്തൊക്കെ തഗ എന്ന വാക്കിന്റെ അർത്ഥം വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, തഗ എന്ന അറബിയിൽ പറഞ്ഞാൽ, ശരിക്ക് ഈ വാക്ക് ഖുർആനിൽ വേറൊരു ഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ള എവിടെ അറിയോ? ഞങ്ങൾക്കത് അന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർപ്പ പറഞ്ഞാൽ, ഇന്നാ ലമ്മാ ത്വഗൽ മാഉ, അതിരുവിട്ടപ്പോൾ. ആ വെള്ളം എവിടെ അതിരുവിടുന്നത്? ഇത് നൂഹ് നബി അലൈഹിസ്സലാമയുടെ കാലവുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന ആ വെള്ളപ്പൊക്കം വന്നല്ലോ, തൂഫാന്. അന്ന് എവിടെ നിന്നുകൂടി വെള്ളം വന്നു? അവരുടെ അടുപ്പിൽ നിന്ന് വരെ വെള്ളം വന്നു എന്നാ പറഞ്ഞത്. അപ്പോ സാധാരണഗതിയില് അടുപ്പ് ഉണങ്ങിക്കിടക്കേണ്ട സ്ഥലമാണ്. ആ സ്ഥലത്ത് നിന്നുകൂടി വെള്ളം വന്നു എന്ന് പറഞ്ഞത്. വരാൻ പാടില്ലാത്തത് കൂടി വന്നു. അതാണ് അപ്പോൾ ഏതൊരുത്തൻ ധിക്കാരം അനുവർത്തിച്ചുവോ, ധിക്കാരം ചെയ്തുവോ, വആസറ അവൻ മുൻഗണന നൽകി, അവൻ പ്രാധാന്യം കൊടുത്തു, അൽ ഹയാത്ത ജീവിതത്തിന്, അദ്ദുനിയാ ഐഹിക ലോകത്തെ. ഈ ദുനിയാവിലെ ജീവിതത്തിന്, ഐഹിക ജീവിതത്തിന്
മുൻഗണന നൽകുകയും ചെയ്തവനുണ്ടല്ലോ. അപ്പൊ രണ്ടും പാടെ ചേർത്ത് എങ്ങനെ പറയും? ധിക്കാരമനുവർത്തിക്കുകയും ഐഹിക ജീവിതത്തിന് മുൻഗണന കൽപ്പിക്കുകയും ചെയ്തിരുന്നവനുണ്ടല്ലോ. കിട്ടിയോ? ധിക്കാരമനുവർത്തിക്കുകയും ഐഹിക ജീവിതത്തിന് മുൻഗണന കൽപ്പിക്കുകയും ചെയ്തിരുന്നവനുണ്ടല്ലോ. ഫഇന്നൽ ജഹീമ, കത്തിയാളുന്ന നരകം തന്നെയാണ്, അതാണ് അൽ മഅ്വാ, അവന്റെ സങ്കേതം, അവന്റെ താവളം. കത്തിജ്വലിക്കുന്ന നരകം തന്നെയാണ് അവന്റെ സങ്കേതം, അവന്റെ അഭയസ്ഥാനം. നേരെ മലയാളം പറഞ്ഞാൽ അവന്റെ താവളം നരകം തന്നെ. കിട്ടിയോ? അപ്പൊ സഹോദരങ്ങൾ നോതി ഫൈദാ ജാഅത്തി ത്വാമ്മത്തുൽ കുബ്റ യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ വബുർരിസത്തിൽ ജഹീമു ലിമൻ യറാ അമ്മാ മൻ തഗാ വആസറൽ ഹയാത്തദ് ദുനിയാ ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ വഅമ്മാ മൻ, താഴത്തേക്ക് പോവാണേ. വഅമ്മാ മൻ, അപ്പോൾ ഏതൊരുത്തൻ, ഖാഫ, അവൻ പേടിക്കുന്നു, അവൻ ഭയപ്പെടുന്നു, മഖാമ, മഖാം നിൽക്കുന്ന സ്ഥലം എന്നാണ്. സ്ഥാനം. നമ്മൾ അതെങ്ങനെ ഉണ്ടാകാന്നറിയോ? കാമ നിന്നു, മഖാം നിൽക്കുന്ന സ്ഥലം. നമ്മള് മഖാമ് എന്ന് പറയില്ലേ, അത് അയാള് ആ കുടികൊള്ളുന്ന സ്ഥലം, അതിനാണ് മഖാം എന്ന് പറയാ. ഇവിടെ മഖാമ സ്ഥാനത്തെ, റബ്ബിഹി തന്റെ റബ്ബിന്റെ സ്ഥാനത്തെ, റബ്ബിന്റെ സമക്ഷം നിൽക്കേണ്ടതുണ്ടല്ലോ എന്ന കാര്യത്തെ ഭയപ്പെടുന്ന ഒരാൾ. അത് മുഖേന വനഹ, അവൻ വിലക്കി നിർത്തുന്നു. ഏതിനെ? അവൻ അകറ്റുന്നു, വിരോധിക്കുന്നു. വനഹ അൻ നഫ്സ, തന്റെ മനസ്സിനെ അവൻ അടക്കി നിർത്തുന്നു, അകറ്റുന്നു. എന്തിൽ നിന്ന്? അനിൽ ഹവ. ഹവ എന്ന് പറഞ്ഞാൽ നേരെ അർത്ഥം എന്താണ്? ദുർമോഹം, ഇച്ഛ, സ്വതാൽപര്യങ്ങൾ, അല്ലെ? ദേഹത്തിന്റെ താല്പര്യങ്ങൾ. അപ്പൊ ഹവയിൽ നിന്ന് മനസ്സിനെ അകറ്റുകയും ചെയ്തവനാരോ, മനസ്സിനെ ദുർമോഹങ്ങളിൽ നിന്ന് അകറ്റുകയും ചെയ്തവനാരോ, അവനെ ഫഇന്നൽ ജന്നത, അവന്റെ സങ്കേതം, അവന്റെ മടക്കം, ഫഇന്നൽ ജന്നത, നിശ്ചയം സ്വർഗമാകുന്നു, ഹിയൽ മഅ്വാ, അവന്റെ മടക്ക സ്ഥാനം, സ്വർഗം തന്നെയാണ് അവന് സങ്കേത സ്ഥാനമായിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നന്നായിട്ട് ഒരു സ്പീഡിൽ സംസാരിക്കാൻ പറ്റിയ ഒരവസ്ഥയിലല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്ക് നിന്നു പോകുന്നത്. അപ്പൊ ഒന്നും കൂടി അർത്ഥം നോക്കിയേ. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടാത്തതൊന്നും ഇതിലുണ്ടാവില്ല. വളരെ സിമ്പിളായ, എന്നാൽ ഒരുപാട് അർത്ഥതലങ്ങൾ ഉള്ളതാണ് കേട്ടോ ഈ ആശയം. വിശദീകരിച്ചാൽ ഇതൊരു ഫുൾ സ്റ്റോപ്പിലേക്ക് എത്തൂല, അത്ര വിശാലമായ സംഗതികളാണ്. ഒന്ന് ഓതണം എന്റെ കൂടെ. ഫൈദാ ജാഅത്തി ത്വാമ്മത്തുൽ കുബ്റ യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ വബുർരിസത്തിൽ ജഹീമു ലിമൻ യറാ ഫഅമ്മാ മൻ തഗാ വആസറൽ ഹയാത്തദ് ദുനിയാ ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ. സഹോദരങ്ങളെ, നേരത്തെ ഞാൻ പറഞ്ഞു, അള്ളാഹു ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ തന്നു.
ആ ദൃഷ്ടാന്തങ്ങളെല്ലാം സത്യമാണെന്നിരിക്കെ ഇതിനെ നിങ്ങൾ എന്തിനു നിഷേധിക്കണമെന്ന് അല്ലാഹു ചോദിക്കാണ്. എന്നിട്ട് പറഞ്ഞു തരാണ് യൗമ ഇദാ ഫൈദാ ജാഅത്തി ത്വാമ്മത്തുൽ കുബ്ര. ഏതാണത്? അന്ത്യനാളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അന്ത്യനാളിന്റെ വരവിനെ സംബന്ധിച്ച് ചെയ്യേണ്ട ആവശ്യമില്ലാത്ത വിധം നമുക്കവയെ കുറിച്ചറിയാം. ലോകം ഇതിന്റെ നാശത്തിന്റെ രീതി അള്ളാഹു പറഞ്ഞു തരാണ്. ഒന്ന് അൽഖാരിയ, ആശയം മനസ്സിലേക്ക് കൊണ്ടുവരണം അല്ലെ. തകർന്ന് തരിപ്പണമാകുക. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ, ആ സൂറ മനസ്സിൽ വരണം. ഇദശംസു കുവ്വിറത്ത് വൈദൻ നുജൂമുൻ ഖദറത്ത്, അതിങ്ങനെ വരണം. ഇദസ്സമാഉൻ ശഖത്ത് വഅദിനത്തിൽ റബ്ബിഹ വഹുഖത്ത് വൈദൽ അർദു മുദ്ദത്ത്, ഈ ആയത്തുകളെല്ലാം മനസ്സിൽ വരണം. യൗമ നത്വിസ്സമാഉ കത്വിയ്യി സിജിൽ, ഭൂമി അള്ളാഹു ചുരുട്ടിക്കളയുന്ന, ഈ പ്രപഞ്ചത്തെ ചുരുട്ടുന്ന രംഗം പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു തകർച്ചയുടെ ഒരു ഭീകരമായ രംഗം ഒറ്റ വാക്കിലൂടെ കുറിക്കുന്നതിനാണ് അല്ലാഹ് ഫൈദാ ജാഅത്തി ത്വാമ്മത്തുൽ കുബ്ര എന്ന വാക്ക് ഉപയോഗിച്ചത്. അസമയം യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ, ഇതൊരു വല്ലാത്തൊരു ആയത്താണ് കേട്ടോ. ഒന്ന്, നമ്മള് ഭൗതിക ജീവിതത്തിൽ അള്ളാഹു നമുക്ക് മുന്നറിയിപ്പ് തന്നിട്ടുണ്ടായിരുന്ന വിചാരണ നാള് തന്നെയാണ് ഇവിടെ വന്നെത്തിയിരിക്കുന്നത് എന്ന് മനുഷ്യൻ നേർക്ക് നേരെ കാണുന്ന. ആദ്യമായി അതൊരു ഭാഗട്ടാവും. പിന്നെ തന്റെ കർമ്മ പുസ്തകം കയ്യിൽ കൊടുക്കുന്നു. അതുവഴി നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഓരോ ചലനങ്ങളും അവന്റെ മനസ്സിലേക്ക് ഓർമ്മ വരണു. ഇതാണ് അള്ളാഹു യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എന്നാണ് ഒരു അർത്ഥമുള്ളത്. എങ്ങനെ? ഭൗതിക ജീവിതത്തില് മുന്നറിയിപ്പ് നൽകപ്പെട്ടിരുന്ന വിചാരണ നാളാണ് പടച്ചോനെ ഈ വന്നെത്തിയിരിക്കുന്നത് എന്ന് ഇതിങ്ങനെ കാണുമ്പം നമ്മുടെ വരും. അതോടൊപ്പം കർമ്മ പുസ്തകം കയ്യിൽ കിട്ടുമ്പോ യഖീനാവും. കൂടെ ഓരോ സെക്കൻഡിലും നമ്മൾ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഓരോ കർമ്മങ്ങളെയും അള്ളാഹു നമ്മുടെ മനസ്സിലേക്ക് ഒരു പിക്ചർ ഇങ്ങനെ കാണിച്ചു തരുന്ന വിധത്തിൽ ഓർമ്മപ്പെടുത്തി തരുന്ന. ഇത് മാത്രല്ല, നമ്മൾക്ക് ഭൗതിക ജീവിതത്തിൽ തന്നെ ഇതിന്റെ ഈ അനുഭവം ഉണ്ടാകുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതെങ്ങനെ അറിയോ? ആകസ്മികമായി വലിയ വിപത്തുകൾ നമ്മുടെ മുന്നിൽ എത്തിപ്പെടുകയും മരണം ആസന്നമായതായി നമുക്ക് തോന്നുകയും ചെയ്യുമ്പോൾ മുഴുവൻ ജീവിതവും ഒരു ഫിലിം എന്നതുപോലെ ഒരു നിമിഷം കൊണ്ട് തൻ്റെ മനക്കണ്ണിന് മുമ്പിൽ തെളിയുന്നു. എങ്ങനെ? ഇപ്പം പറഞ്ഞ ഈ ഓർമ്മ വന്നത്, മരിക്കുന്ന ഒരു സമയത്ത് നമ്മളുടെ ബോധത്തിൽ, നമ്മുടെ തലച്ചോറില് 30 സെക്കൻഡ് ഒരു മിന്നൽ പോലെ ഒരു വെളിച്ചം തെളിഞ്ഞു വരുന്ന. എങ്ങനെ? നമ്മുടെ ഹൃദയത്തിന്റെ രക്തമിടിപ്പ് നിന്ന് ജീവൻ റൂഹ് പിരിയുമല്ലോ, ആ സമയത്ത് അത് ശാസ്ത്രീയമായിട്ട് അതിന്റെ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. ആ പഠനത്തിന്റെ മുമ്പിൽ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വിശദമായി എടുത്തു തന്നിട്ട് പറയാൻ പറ്റിയിരുന്നു. ഞാൻ അത് പറയാൻ പറ്റുന്ന ഒരു സ്ഥലത്തല്ലുള്ളത്. അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ സെക്കൻഡ് കണക്കാക്കി തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരു 15 സെക്കൻഡില് നമ്മുടെ ജീവിത അനുഭവങ്ങളെല്ലാം പാടെ തെളിഞ്ഞ് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങോട്ട് വരും. പടച്ചവനെ, ഞാൻ ഇന്നത് ചെയ്തിട്ടുണ്ട്, ഇന്നതായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കർമ്മങ്ങളെല്ലാം മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ഫിലിം കണക്ക്, ഒരു പ്രകാശം കണക്ക് ഇങ്ങോട്ട് വരും. എന്നിട്ടായിരിക്കും ഓർമ്മ വന്ന് ഞാനിതാ പിരിഞ്ഞു പോകുന്നു എന്ന നിലക്കുള്ള അനുഭവങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ ഈ ലോകത്ത് നിന്ന് പിരിയുക എന്നാണ് അള്ളാഹു നമ്മളോട് പറയണത്. എന്താ തെളിവ്? ഇങ്ങനെ നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ഈ പറഞ്ഞ പടച്ചോൻ എന്തിനാ നമ്മളോട് പറഞ്ഞു തരുന്നത്? ഇതല്ല, അള്ളല്ലേ നിങ്ങളെ പടത്തത്. നേരെ മുകളിൽ എന്തോ ഒരു തെളിവുകളും നമുക്ക് പറഞ്ഞെന്ന്. മനുഷ്യ, അന്നെ പടക്കാനാണോ അതോ ഈ പ്രപഞ്ചം പടക്കാനാണോ? ബനാഹ,
അതും കൂടിയും പടച്ചോൻ പടച്ചിട്ടില്ല. അന്തും അശദ്ദു ഹൽക്കൻ അമിസ്സമാഹു ബനാഹ. എന്നിട്ട് അതിന്റെ നിർമ്മാണ ഭംഗി പറഞ്ഞു, അവിടെ രാവും പകലും പറഞ്ഞു, ഭൂമി പറഞ്ഞു, വെള്ളം പറഞ്ഞു, മേച്ചിൽ പുറങ്ങൾ പറഞ്ഞു, എല്ലാറ്റിലും ഉപരി ലോകത്തെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായ ഒരു പർവ്വതം പറഞ്ഞു, മരങ്ങളെ സസ്യലതാദികളെ പറഞ്ഞു. ഇതൊക്കെ ഉണ്ടായത് കൊണ്ടല്ലേ നമ്മൾ തിന്നിങ്ങനെ ഉടിച്ച് ഉഷാറായി വലിയ ആളായി നടക്കുന്നത്. അതും പടച്ചോൻ പറഞ്ഞു തന്നു. അതാണ് യതദക്കറുൽ ഇൻസാനു മാ സഅ. നമ്മുടെ അധ്വാനങ്ങളെല്ലാം ഈ ലോകത്ത് നിങ്ങോട്ട് പിരിയുമ്പോ കണ്ണിലൂടെ ഇങ്ങനെ മിന്നി മറയും. അത് ബോധ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ പോകുക എന്നാണ്. അതാണ് ഒന്ന് ദുനിയാവിലേക്ക് ഇത് കണ്ടനുഭവിച്ചാണ് പോവുക. പിന്നെ നമ്മൾ പിരിഞ്ഞു പോയിട്ട് അവിടെ എത്തിയാൽ ബർസഖ് മുതൽ അതങ്ങനെ കാണുന്ന അല്ലെ. പരലോക വിചാരണ എങ്ങനെയാണ്? ആ വിചാരണക്ക് എത്തുന്നതിന് മുമ്പ് ഖബറിലെ വിചാരണ വരുമല്ലോ. ആ വിചാരണ എങ്ങനെയാ? എല്ലാം മാനസികമായി നമ്മൾ അനുഭവിച്ചു വരുന്നു. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു ജനാസ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ആ ജനാസ ഒരു വൃത്തികെട്ടവന്റെ ജനാസയാണെങ്കിൽ നിങ്ങൾ ഇന്നെ എവിടുക്കാ കൊണ്ടാണെന്ന് പറഞ്ഞ് ആർത്തലച്ച് കരയും. അതേസമയം ഒരു മുഅ്മിനിന്റെ മരണവും അവന്റെ ജനാസയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ പഠിച്ച ആ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ ചേർത്തി വെച്ച് നോക്കിയേ, അത്ര സിമ്പിൾ ആയിട്ട് പോകാം. ഇതിന്റെ അർത്ഥം മരണത്തിന് വേദന ഇല്ല എന്നല്ല. അത് നമുക്കറിയാവുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ ലോകത്തെ മരണവേദനകളിൽ ഏറ്റവും ഇരട്ടി വേദന അനുഭവിച്ച ആള്. മരണത്തിന്റെ വേദന എല്ലാവരും അനുഭവിക്കണം. പക്ഷെ ആ വേദനയുടെ മുന്നിലും എന്ത് വരും? ഈ ചിത്രങ്ങളെല്ലാം നമ്മെ കാണിച്ചു തന്നുകൊണ്ടാണ്, അനുഭവങ്ങളെ ബോധ്യപ്പെടുത്തിയാണ് അള്ളാഹു കൊണ്ടുപോകുന്നത്. ഇത് ഇങ്ങോട്ട് കഴിഞ്ഞ് ഇനി പരലോകത്ത് കണ്ട് വരുമ്പോ നമ്മളെ വിചാരണക്ക് ഇങ്ങനെ നിർത്തുമ്പോ എല്ലാ ആളുകൾക്കും കാണാൻ സ്വർഗവും നരകവും തയ്യാറ് ചെയ്തിരിക്കുന്നതാണ്. നരകം എല്ലാവർക്കും കാണാം. അങ്ങനെ പറയുമ്പോ നമ്മൾ ഒരു കാര്യം കൂടി പഠിക്കണം കേട്ടോ. ഇപ്പൊ ഇന്നത്തെ നമ്മുടെ കണ്ണിന്റെ കാഴ്ചയുടെ രീതി എത്ര? ഒരു കർട്ടൻ അപ്പുറത്തുള്ളത് നമുക്ക് കാണൂല, അല്ലെ? ചുമരിന്റെ അപ്പുറമുള്ളത് കാണൂല, ദൂരെയുള്ളത് കാണൂല. നമ്മുടെ കണ്ണിന് അത്രേ പവറുള്ളൂ. പക്ഷേ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്ത് ഖാഫില് ബസറുക്കൽ യൗമ ഹദീദ് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല അവിടെ. അങ്ങനെ ഫബസറുക്കൽ യൗമ ഹദീദ്, നിന്റെ കണ്ണെന്ന് ഭയങ്കര മൂർച്ചയായിരിക്കും, ഇരുമ്പിന്റെ മൂർച്ചയായിരിക്കും എന്നാണ് അപ്പം ഉണ്ടാവുക. അപ്പൊ എന്റെ അർത്ഥം എന്താ? ഒരൊറ്റ നോട്ടത്തിൽ തന്നെ ആ പ്രവിശാലമായ ലോകങ്ങളെ മുഴുവനും കാണാൻ കഴിയാവുന്ന വിധത്തിലാണ് നമ്മുടെ കണ്ണിനെ അള്ളാഹു സംവിധാനിക്കുക എന്നാണ്. അതുകൊണ്ടാണ് അതിവിശാലമായ നരകം മുഴുവനും ഒറ്റ നോട്ടത്തിൽ നമ്മൾക്ക് കണ്ട് ബോധ്യപ്പെടാൻ കഴിയാവുന്ന വിധത്തിൽ അള്ളാഹു അതിനെ സംവിധാനിച്ചിരിക്കുകയും ചെയ്യും. എന്നിട്ട് രണ്ട് കാര്യങ്ങൾ നമുക്ക് പടച്ചോൻ പറഞ്ഞു തരണു. അന്നത്തെ ദിവസം ആർക്കാ രക്ഷ, ആർക്കാണ് ശിക്ഷ, രണ്ടും പടച്ചോൻ പറഞ്ഞു തന്നുട്ടാ. അത് എന്തിനാണെന്നറിയോ എപ്പം പറഞ്ഞു തരുന്നത്? ഇങ്ങനെ ഒരു ദുരനുഭവം ഇല്ലാതിരിക്കാൻ ശ്രദ്ധ വേണം. അങ്ങനെ ശ്രദ്ധിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു നല്ല ശുഭ പര്യവസാനമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തി തരികയും ചെയ്യാണ്. അവിടെ നോക്കിയേ, രണ്ടെണ്ണം ഉണ്ട്. ആർക്കാണ് നരകം? നരകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന രണ്ട് സംഗതികൾ. ഒന്ന് ദുനിയാവിനോടുള്ള ആസക്തിയും, ഒന്ന് ധിക്കാരം പ്രവർത്തിക്കാനുള്ള മനസ്സും. ധിക്കാരം പ്രവർത്തിക്കാനുള്ള മനസ്സിൽ നിന്ന് എന്തുമാത്രമേ ഉണ്ടാവുള്ളൂ? അത് നരകത്തിലേക്ക് എത്തിക്കാനുള്ള അവസ്ഥ മാത്രമേ ഉണ്ടാവുള്ളൂ. ദുനിയാവിനോട് നമുക്ക് പ്രിയം എങ്ങനെ കൂടുന്നോ ആ കൂടുക എന്ന് പറയുന്നത് എവിടേക്ക് നമ്മൾ എത്തിക്കൊള്ളൂ എന്നറിയോ? നരകത്തിലേക്ക് മാത്രം. ഇനി ഈ രണ്ടെണ്ണത്തിൽ നിന്ന് തെറ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി അടുത്തു പറഞ്ഞ രണ്ട് കാര്യം നോക്കിയേ. ആ രണ്ടെണ്ണത്തിൽ നിന്ന് നന്മകളും സന്തോഷാനുഭവങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ. ആ രണ്ടെണ്ണം ഏതാ? ഒന്ന്, ഇന്റെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കണമല്ലോ എന്ന് വിചാരിക്കുക, ആ സ്ഥാനത്തെ പേടിക്കുക. രണ്ട്, നമ്മൾക്കൊക്കെ താല്പര്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളിൽ നിന്ന് നമ്മളുടെ ദേഹേച്ഛയെ, നഫ്സിനെ പിടിച്ചു നിർത്താനുള്ള കരുത്തുണ്ടാവുക. ഈ രണ്ടെണ്ണത്തിൽ നിന്നും
നന്മയല്ലാത്തതൊന്നും ഉണ്ടാവൂല പ്രിയപ്പെട്ടവരെ. ഈ രണ്ടെണ്ണത്തിൽ നിന്ന് നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റേ ആ രണ്ടെണ്ണത്തിൽ നിന്ന് തിന്മ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കി. ഞാൻ ബയാൻ ചെയ്യാത്ത നിങ്ങൾക്ക് കിട്ടൂലേ? തുഴയാൻ, ധിക്കാരം അനുവർത്തിക്കാനുള്ള ഒരു മനസ്സ്. ആ മനസ്സ് എപ്പോഴേ ഉണ്ടാവുള്ളൂ എന്നറിയോ? ആ മനസ്സ് ദുനിയാവിനോടുള്ള പ്രിയന്നാണ്. ദുനിയാവിനൊരു സ്വഭാവമുണ്ട്. ദുനിയാവിന്റെ സ്വഭാവം എന്താ? ആർത്തി കൂടുമല്ലോ മനുഷ്യനെ. ഇങ്ങനെ പൂതി കൂടുക, മോഹങ്ങൾ കൂടുക, ആഗ്രഹങ്ങൾ കൂടുക. ആ ആഗ്രഹങ്ങളുടെ പിന്നാലെ മനുഷ്യൻ ആ പായുന്നത് എവിടേക്ക് എത്തിക്കുള്ളൂ? നരകത്തിലേക്ക് മാത്രം. ഞാനൊരു ബയാൻ അതിന് തരേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ ശരിക്കും ഇങ്ങനെ ആലോചിച്ച് നോക്കി. ദുനിയാവിനോടുള്ള പ്രേമം മനുഷ്യന് കൂടുന്തോറും മോഹങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. മോഹങ്ങൾ കൂടുന്തോറും നമുക്ക് അതിര് വിട്ട് പ്രവർത്തിക്കാനുള്ള ത്വര കൂടിക്കൊണ്ടേയിരിക്കും. ഈ രണ്ടെണ്ണത്തിൽ നിന്ന് അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ശരിയല്ലേ? ശരിയല്ലേ? ആണ്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമുക്ക് സ്വന്തമായിട്ട് ഇവിടെ എന്താ ഉള്ളത്? ഈ പ്രിയം നമുക്കിത് പൂർത്തീകരിക്കാൻ കഴിയോ? ഇപ്പൊ നമ്മൾ ദുനിയാവിൽ സ്നേഹിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ നിങ്ങൾ എടുക്കി. നിങ്ങളിപ്പൊ എന്റെ മുമ്പിലുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് ഇങ്ങനെ സംസാരിക്കായിരുന്നു. ഇതിപ്പോ ഓൺലൈൻ ആയതുകൊണ്ട് അങ്ങനെ വിശദമായിട്ട് പറയാൻ കഴിയൂല. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു തെറ്റ്, ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന ചെയ്യുന്ന ഒരു തെറ്റ്, ആ തെറ്റ് ചെയ്യും തോറും ഈ മനുഷ്യന് ടെൻഷൻ കൂടുന്നു മാത്രമല്ല, ആ ഒരു തെറ്റിൽ പിന്നെ മനുഷ്യൻ നിൽക്കൂലല്ലോ. പിന്നെ അടുത്ത തെറ്റ്, പിന്നെ അതങ്ങനെ പോവുകയ്യ. അത് പോകും തോറും ദുനിയാവ് തന്നെ നമുക്ക് കുടുസാവും, നമുക്ക് അസ്വസ്ഥത വരും. ആ കൂടുന്തോറും അതിനെ നമ്മൾ ആത്യന്തികമായി നരകത്തിലേക്ക് എത്തിക്കും. സ്വർഗത്തിലേക്ക് എത്തിക്കേണ്ട കാര്യം എന്താ ഇപ്പൊ ഇവിടെ പടച്ചോൻ പറഞ്ഞത്? രണ്ടെണ്ണം. ഒന്ന്, അള്ളാഹുവിന്റെ മഖാമിൽ നിൽക്കണമെന്ന ബോധ്യം. പ്രിയപ്പെട്ടവരെ, അതാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന്റെ സാന്നിധ്യത്തെ ബോധ്യപ്പെടുക. അല്ലെ? നമുക്ക് ഈമാൻ ഉണ്ട് എന്നതിന്റെ അടയാളം ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് ഏതറിയോ? 5 കാര്യങ്ങളാണ്. ശരിക്കും പഠിക്കണം. ഒന്ന്, ഈമാന് നിർവചനം കൊടുത്തോടത്ത് പറഞ്ഞു, നമ്മുടെ ശരിയായ ഈമാൻ ഉണ്ടാവണമെങ്കിൽ ഒന്നാമത് അള്ളാഹുവിന്റെ വുജൂദിയത്ത് ബോധ്യപ്പെടണം. നേരെ പഠിക്കണേ. വുജൂദിയത്ത് എന്ന് പറഞ്ഞാല് സാന്നിധ്യം, കേട്ടോ. അള്ളാഹുവിന്റെ സാന്നിധ്യം ബോധ്യപ്പെടണം. 2, അള്ളാഹുവിന്റെ ഉലൂഹിയത്ത് ബോധ്യപ്പെടണം. തൗഹീദും ഫിൽ ഉലൂഹിയ. 3, അള്ളാഹുവിന്റെ റുബൂബിയത്ത് ബോധ്യപ്പെടണം. 4, അള്ളാഹുവിന്റെ അസ്മാഉ വസിഫാത്തുകൾ ബോധ്യപ്പെടണം. 5, ഈ 4 എണ്ണത്തിലും അള്ളാഹുവിന്റെ വഹ്ദാനിയത്ത് ബോധ്യപ്പെടണം. മനസ്സിലായോ? തൗഹീദ് ബോധ്യപ്പെടണം, അതാണ് വഹ്ദാനിയത്ത്. കിട്ടിയോ അങ്ങക്ക്? അതിലൊക്കെ ഈ 4 എണ്ണം എണ്ണുന്നതിന്റെ ഒന്നാമത്തത് ഏതാണ്? അള്ളാഹുവിന്റെ വുജൂദിയത്ത്. ഇപ്പൊ എനിക്കും ഇങ്ങൾക്കൊക്കെ ഈമാൻ ഉണ്ടല്ലോ. നമ്മൾ പലപ്പോഴും പല തെറ്റുകളിലും പെട്ടുപോകുന്നത് എപ്പോഴാണ്? അള്ളാഹ് കാണുന്നുണ്ട് എന്നുള്ള ബോധ്യം നമുക്കില്ലാതെ പോകുമ്പോഴല്ലേ. അതിനെയാണ് അള്ളാന്റെ അടുക്കലുണ്ട്, അള്ളാന്റെ മുമ്പിൽ ഞാൻ അത് ചെന്ന് നിൽക്കണം എന്ന ഒരൊറ്റ ബോധ്യം നമുക്ക് വന്നാൽ നമ്മളുടെ ഇച്ഛയെ തടഞ്ഞു നിർക്കാൻ നമുക്ക് കഴിയും. ദേഹേച്ഛ. നമുക്കൊക്കെ 2 സാധനങ്ങളുണ്ട്. ഒന്ന് ദേഹവും ഒന്ന് ദേഹിയും. അല്ലെ? ദേഹം, ദേഹി. ശരീരം, ആത്മാവ്. രണ്ടിനും 2 താല്പര്യങ്ങളാണ്. ശരീരത്തിന്റെ താല്പര്യം എന്താ? ശരീരത്തിന്റെ താല്പര്യം പ്രിയരെ ഒരേ ഒരു സാധനമുള്ളൂ: സുഖിക്കണം, കാമിക്കണം, ഇന്നത് വേണം, ഇന്നത് വേണം, തിന്നണം. ഇങ്ങനെ തന്നെയല്ലേ? തിന്നുക, ഭോഗിക്കുക, ഉറങ്ങുക. അല്ലെ? സുബൈന്റെ മുമ്പ് എണിച്ചിട്ട് നിസ്കരിക്കുക എന്ന് പറയണതിനാണോ ശരീരം വഴങ്ങുക? അല്ലെങ്കിൽ ശരീരത്തിന്റെ ആവശ്യം അതോ ഉറങ്ങാണോ? വേണ്ടാത്ത ചിന്തകള് അത് പ്രാവർത്തികമാക്കണമെന്നാണോ സത്യത്തിൽ നമ്മുടെ ആഗ്രഹം? അതോ വേണ്ട എന്നാണോ? ശരീരം എന്താ കുതിക്കുക? ശരീരത്തിന്റെ താല്പര്യം അതാ. അപ്പൊ ശരീരത്തിന്റെ താല്പര്യം തിന്നണം എന്ന് തന്നെയാണെങ്കിൽ ആരത് കിട്ടിയാലും തിന്നാൻ കഴിയൂലേ? വയറ് അറിയില്ലേ? പക്ഷേ ആരത് തിന്നരുത്, എവിടെ പോകരുത്, എന്ത് ചെയ്യരുത് എന്നൊരു വകതിരിവ് എന്ത് ചെയ്യണം എന്നറിയോ? അത് ഉണ്ടാക്കാൻ കഴിയണം. അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ
ആ നഫ്സിന്റെ മോഹത്തെ തടയിടാൻ നമുക്ക് കഴിയണമെങ്കിൽ ഉറപ്പ് ഏതിനെ ഭയപ്പെടണം? മഖാമു റബ്ബിനെ പേടിക്കണം. മഖാമു റബ്ബിനെ പേടിക്കണം. അള്ളാന്റെ മുമ്പിൽ നിൽക്കണമല്ലോ എന്ന ചിന്ത വരണം. ആ ചിന്ത വന്നാൽ ഉറപ്പ് നഫ്സിന്റെ ഇഷ്ടങ്ങളിൽ നിന്ന്, ദേഹേച്ഛകളിൽ നിന്ന് തടയാൻ കഴിയും. ദേഹേച്ഛയെ തടയണമെങ്കിൽ ഒറ്റ സംഗതി എന്നാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. എന്റെ ഇങ്ങടൊക്കെ മനസ്സിൽ എന്തുണ്ടെന്നറിയോ? ദുശ്ചിന്തകളുണ്ട്. ഇല്ലാത്ത മനുഷ്യൻ ഉണ്ടാകുമോ? ഉണ്ടാവൂലല്ലോ. പക്ഷേ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത്? അള്ളാഹുവേ നീ എന്റെ കൂടെ ഉണ്ടല്ലോ. ആ ബോധ്യം നമ്മുടെ മനസ്സിനെ എത്ര കണ്ട് നമ്മൾ ബോധ്യപ്പെടുത്തുന്നുണ്ടോ അവിടെയാണ് നമ്മുടെ വിജയട്ടോ. അതാണ് നമ്മുടെ വിജയം എന്ന് പറയണത്. അവനാണ് അള്ളാഹ് സ്വർഗം കൊടുക്കുക എന്ന് പറഞ്ഞത്. ഈ ഞാനുങ്ങളൊക്കെ പലപ്പോഴും കാക്കത്തൗബ നടത്തേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ തോൽക്കുന്നത് എവിടെയാണ്? ദേഹേച്ഛയുടെ മുമ്പിൽ മാത്രാണ്. അപ്പൊ നിങ്ങൾ നോക്ക്, അള്ളാഹു നിരീക്ഷിക്കുന്നു. അള്ളാഹുവിന്റെ മുറാഖബത്ത് എന്നാണ് ആ വാക്ക് പറയാ. അള്ളാഹുവിന്റെ മുറാഖബത്തിനെ സൂക്ഷിക്കുക, അള്ളാഹു നിരീക്ഷിക്കുന്നു എന്ന ഓർമ്മ വരുത്തുക. അങ്ങനെ അവന്റെ വുജൂദിയത്ത് നമുക്ക് ബോധ്യപ്പെടുക. ആ രണ്ട് ചിന്തകളിൽ നിന്ന് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നറിയോ? ദേഹേച്ഛകളെ തടഞ്ഞാൽ നന്മ മാത്രം. ദേഹേച്ഛയെ തടയാൻ കഴിഞ്ഞില്ലെങ്കിൽ ദുനിയാവിനോടുള്ള പ്രിയം കൂടും. ദുനിയാവിനോടുള്ള പ്രിയം കൂടുന്തോറും തിന്മകൾ മാത്രം. പ്രിയപ്പെട്ടവരെ, ലോകത്ത് ആർക്കാണ് പേടിയുള്ളത്? ആരാണ് പേടിക്കേണ്ടത്? പേടി ആർക്കാന്നറിയോ? തെറ്റ് ചെയ്തവർക്ക് മാത്രാണ്. ആരാണ് ലോകത്തെ ഏറ്റവും മനസ്സിന് ബലമുള്ള ആളുകള്? മനസ്സിന് ബലമുള്ളവൻ തെറ്റ് ചെയ്യാത്തവനാണ്, അള്ളാഹുവിൽ വിശ്വാസമുള്ളവനാണ്. അപ്പോ ഇനി നിങ്ങൾ ഇങ്ങനെ ആലോചിക്കണം കേട്ടോ. അങ്ങനെ ആലോചിച്ചിട്ട് കാര്യങ്ങൾ ഇങ്ങനെ നോക്കിയേ. അവൻ മരിക്കുന്ന സമയത്ത് നമുക്കിതൊക്കെ ബോധ്യം വരുത്തിയിട്ട് മാത്രമായിരിക്കും അള്ളാഹു നമ്മെ തിരിച്ചു വിളിക്കുക. അള്ളാഹു നമ്മെ തിരിച്ചു വിളിക്കുക. ആ വിളിക്കുന്ന സമയത്ത് നമ്മൾ പരലോകത്ത് വരുമ്പോ കണ്ണിന് എന്തെന്നില്ലാത്ത മൂർച്ചയാണ്. എന്തെല്ലാം കാണണോ? നരകത്തിന്റെ അഗാധ തട്ടുവരെ കാണാൻ മാത്രം മൂർച്ചയുള്ള കണ്ണായിരിക്കും അള്ളാഹ് നമുക്ക് തരിക. നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമുക്കൊരു പോയിന്റ് മാത്രം തോന്നുന്ന അകലത്തിലാണ് ആര് നിൽക്കുന്നത്? ഒരു കൃഷ്ണപ്പരുന്ത് നിൽക്കുന്നത്. ആ പരുന്തിന് അവന്റെ കണ്ണിന്റെ മൂർച്ച നോക്കണം. താഴെ കിടക്കുന്ന ചപ്പിലക്കടിയിൽ കിടക്കുന്ന ഒരു ചെറിയ പ്രാണിയെ, ഒരു ചെറിയ ജീവിയെ ജീവി കാണുന്നു, ഈ പരുന്ത് കാണുന്നു. അപ്പൊ ദുനിയാവിൽ തന്നെ അതിന് മാത്രം മൂർച്ചുള്ള കണ്ണുകൾ ഉണ്ടല്ലോ, ഉണ്ടെന്ന് ഉറപ്പല്ലേ? അതാണത്. അപ്പൊ അങ്ങനെ പറിച്ചു നമുക്ക് കണ്ണു തരും. നരകം മുഴുവൻ കാണാം, സ്വർഗം മുഴുവൻ കാണാം. ആ വരുന്ന സമയത്ത് ആർക്ക് സ്വർഗം ആർക്ക് നരകം എന്നും ഇങ്ങനെ പറഞ്ഞു തന്നു. ഒന്ന് തുകയാനും ദുനിയാവിനോടുള്ള പ്രിയവും. ഈ ദുനിയാവിനോടുള്ള പ്രിയം നമ്മൾ ഈ 2 മിനിറ്റിൽ ഇങ്ങനെ ഓൺലൈനിൽ പറഞ്ഞാൽ തീരുന്ന ഒരു സംഗതിയല്ല. നമുക്ക് പ്രായം കൂടും തോറും നമ്മുടെ കയ്യിരിപ്പും കൂടുക. അതാണ് പടച്ചോൻ അങ്ങനെ തന്നെ ക്രമീകരിച്ചിട്ടുള്ളത്. ദുനിയാവിനോട് ഇഷ്ടം കൂടുക. എന്നാ ഈ ദുനിയാവ് നമ്മൾ എന്താ കൊണ്ടുപോകുക? ഒന്നും നമ്മൾ കൊണ്ടുപോകില്ല. എന്നാലും എന്നാലും എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, അതാണ് ഇതിലേക്ക് ചേർത്തി വെക്കേണ്ടത്. അപ്പൊ അമ്മാമൻ ഹയാത്ത ദുനിയ, ഈ 2 നീ ഏതേ ഉണ്ടാകുള്ളൂ? നമ്മളെ ജഹന്നമിലേക്ക് നരകത്തിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഏതെന്നാണ് നമ്മൾ നന്നാവുക? അള്ളാഹുവേ നിന്റെ മുമ്പിൽ എനിക്ക് നിൽക്കണമല്ലോ, നീ എന്റെ സംസാരം കേൾക്കുന്നുണ്ടല്ലോ, നീ എന്നെ കാണുന്നുണ്ടല്ലോ റബ്ബേ എന്ന ഒരൊറ്റ ബോധ്യം വന്ന് ദേഹേച്ഛകളെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിഞ്ഞോ? പ്രിയരെ, ദുനിയാവും തന്നെ അള്ളാഹ് നമുക്ക് സ്വർഗം തരും, നമുക്ക് മനസാക്ഷി തരും. ആഖിറത്തിൽ ചെല്ലുമ്പോ നമ്മുടെ സങ്കേതം സ്വർഗമായിരിക്കും എന്നും അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതാ വേണ്ടെന്ന് തെരഞ്ഞെടുക്കാനുള്ള അവസരവും പടച്ചോൻ ദുനിയാവും നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ല പോലെ ആലോചിക്കുക, നല്ലോണം ശ്രമിക്കുക. മറ്റൊരാള് കാണാതിരിക്കുമ്പോഴാണ് ഞാനുങ്ങളും തെറ്റ് ചെയ്യുക, ഉറപ്പല്ലേ? നാട്ടുകാരുടെ ഒക്കെ മുമ്പില് ഞാനുങ്ങളൊക്കെ 916 പിന്നെന്താണ് ആ ക്യാരറ്റ് ഒക്കെ ഉണ്ടല്ലോ,
അങ്ങനെ 922 തന്നെ നമ്മൾ നല്ല മുഞ്ചുള്ള ആളുകളാ. പക്ഷേ നമ്മുടെ തനി സ്വഭാവം കിട്ടണം എന്നുണ്ടെങ്കിൽ എവിടെ വേണമെന്നറിയോ? നമ്മൾ തനിച്ചാവണം. ആ ആകുന്ന സമയത്ത് നീ ഒരാളല്ല, നിന്റെ കൂടെ റബ്ബുണ്ട്. നിങ്ങൾ രണ്ടുപേരല്ല, മൂന്നാമതൊരുത്തൻ അള്ളണ്ട്. അല്ലേ? അങ്ങനെ നമ്മളൊക്കെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കാലത്തെ ഒരു അറബി പുസ്തകത്തിൽ ഒരു കഥ ഉണ്ടായിരുന്നു, വാഹിദുൻ യറാന എന്ന് പറഞ്ഞിട്ട്. എത്ര ആൾക്ക് ഓർമ്മ ഉണ്ട് എന്നറിയില്ല. ആ കഥ പിന്നെ വേറെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കേണ്ട ചില പാഠങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവോട് എപ്പോഴും ചോദിക്കുക, പടച്ചോനെ ഈ ദുനിയാവ് ഞാൻ വിട്ടേച്ച് പോകേണ്ടതാണ്. ദുനിയാവിനോട് ആഗ്രഹം വേണ്ട എന്നല്ല, പക്ഷെ അതിനെ നിയന്ത്രിക്കാനുള്ള കരുത്ത് എനിക്ക് തരണേ. നിന്റെ അടുക്കലുള്ളതിനെ കാമിക്കാനും മോഹിക്കാനും ഇഷ്ടപ്പെടാനും ആഗ്രഹം വെക്കാനും അതിനു വേണ്ടി പ്രവർത്തിക്കാനുമുള്ള കരുത്ത് എനിക്ക് തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. അള്ളാഹുവിന്റെ തൗഫീഖാണ് എല്ലാത്തിനും വിജയം എന്ന് പറയണത്. ആ തൗഫീഖ് നമുക്ക് കിട്ടും. സ്വകാര്യതയെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയണം. സ്വകാര്യതയിൽ സൂക്ഷ്മത വരണം. അവിടെയാണ് നമ്മുടെ വിജയം എന്നത് നമ്മൾ തിരിച്ചറിയണം. ആ നിലക്ക് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. അപ്പൊ ഇനി ഒന്ന് ഓതി നോക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫൈദാ ജാഅതി ത്വാമ്മത്തുൽ കുബ്രാ യൗമ യതദക്കറുൽ ഇൻസാനു മാ സആ വബുർരിസൽ ജഹീമു ലിമൻ യറാ ഫഅമ്മാ മൻ തഗാ വആസറൽ ഹയാത്തദ് ദുനിയാ ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ. അപ്പൊ ഒന്നുകൂടി ഓതി നമുക്ക് നിർത്താം. ഫൈദാ ജാഅതി ത്വാമ്മത്തുൽ കുബ്രാ യൗമ യതദക്കറുൽ ഇൻസാനു മാ സആ വബുർരിസത്തിൽ ജഹീമു ലിമൻ യറാ ഫഅമ്മാ മൻ തഗാ വആസറൽ ഹയാത്തദ് ദുനിയാ ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ. അർത്ഥം ഒന്നുകൂടി നോക്കണം കേട്ടോ. പിന്നെ ആ മഹാഘോര വിപത്ത് ആസന്നമാകുമ്പോൾ അന്ന് മനുഷ്യൻ താൻ പ്രവർത്തിച്ചിട്ടുള്ളതെല്ലാം ഓർമ്മിക്കുന്നു. നോക്കുന്നവരൊക്കെയും കാണും വണ്ണം നരകം തുറന്നു വെക്കപ്പെടുന്നു. ധിക്കാരം അനുവർത്തിക്കുകയും ഐഹിക ജീവിതത്തിന് മുൻഗണന കൽപ്പിക്കുകയും ചെയ്തിരുന്നവനുണ്ടല്ലോ, അവന്റെ താവളം നരകം തന്നെ. എന്നാൽ തന്റെ റബ്ബിന്റെ സമക്ഷം നിൽക്കേണ്ടതുണ്ടെന്ന് ഭയപ്പെടുകയും മനസ്സിനെ ദുർമോഹങ്ങളിൽ നിന്ന് അകറ്റുകയും ചെയ്തവനോ, അവന്റെ താവളം, അവന്റെ സങ്കേതം സ്വർഗമാകുന്നു. അല്ലെ? ഒന്നിങ്ങനെ വായിച്ചു നോക്കൊണ്ടിട്ട് അർത്ഥം. അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ മഹാഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ശരീരത്തിന്റെ ഇച്ഛകളെ പിടിച്ചു നിർത്താൻ കരുത്ത് ലഭിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.